നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് CPM-ൽ പരിണിതപ്രജ്ഞരായ ആൾക്കാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരും അതുപോലെ തന്നെയായിരുന്നു. CPM-ന് ഏറ്റവും ഗുണം ചെയ്ത അല്ലെങ്കിൽ അത്രയേറെ പ്രാമുഖ്യമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നിടത്തു നിന്നും CPM എന്ന് പറഞ്ഞാൽ പിന്നീട് പിണറായി വിജയൻ എന്ന നറേറ്റീവിലേക്ക് കാര്യങ്ങൾ മാറി. കേരളത്തിൽ മാത്രം ഭരണമുണ്ടാവുകയും പശ്ചിമ ബംഗാളും ത്രിപുരയും ഒക്കെ കൈവിട്ടു പോവുകയും ചെയ്തതോടെ CPM-ന് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വന്നതോടുകൂടി CPM എന്നാൽ പിണറായി വിജയൻ എന്നും പിണറായി വിജയൻ എന്നാൽ CPM-ഉം എന്ന അവസ്ഥയിലേക്ക് മാറി. ഡൽഹിയിലാണെങ്കിൽ സീതാറാം യെച്ചൂരിക്കോ പ്രകാശ് കാരാട്ടിനോ വൃന്ദ കാരാട്ടിനോ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ കഴിയില്ല. മാത്രമല്ല കഴിഞ്ഞ 2 തവണയായി ഭരണവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ മികവാണെന്ന് ചൂണ്ടിക്കാട്ടി സാധാരണക്കാരെ എല്ലാം വെട്ടി നിർത്തിയപ്പോൾ പോലും നോക്കുകുത്തിയായി നിൽക്കാൻ മാത്രമേ ദേശീയ നേതൃത്വത്തിന് സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ഒരു ഹിറ്റ്ലറുടെ ഏകാധിപത്യ മനോഭാവത്തോടെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ CPM-ന് ദയനീയമായ പരാജയമുണ്ടായി എന്ന കണക്കുകൂട്ടലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ആ ദയനീയമായ പരാജയം CPM നില മെച്ചപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു സീറ്റ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ പരാജയങ്ങൾ, അതായത് തൃശ്ശൂരേതടക്കമുള്ള CPI-യുടെ സീറ്റാണ് എങ്കിൽ പോലും CPM-ന്റെ വോട്ടോടുകൂടി ജയിക്കുന്ന സീറ്റ് തന്നെയാണ്. അങ്ങനെ CPM-ന്റെ പരമ്പരാഗത വോട്ടു ബാങ്കുകളെല്ലാം ചോർന്നു പോകുന്ന കാഴ്ച ആലപ്പുഴയിൽ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ CPM-ന്റെ പരമ്പരാഗത വോട്ടു ബാങ്കുകൾ ചോർന്നു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഇപ്പോൾ പ്രകാശ് കാരാട്ട് തിരിച്ച് സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താനായി വിളിച്ച യോഗത്തിൽ പ്രകാശ് കാരാട്ട് പിണറായി വിജയനെതിരെ ഒളിയം പെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തെറ്റുതിരുത്തൽ രേഖ അവതരിപ്പിക്കാൻ വേണ്ടി ചേർന്ന ആ മേഖല യോഗത്തിലാണ് പിണറായി വിജയനെ തള്ളി പ്രകാശ് കാരാട്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ബർണശ്ശേരിയിലെ നയനാർ അക്കാദമിയിൽ നടന്ന വടക്കൻ മേഖലാ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. പരാജയത്തിന് കാരണങ്ങൾ കണ്ടെത്തി സംസ്ഥാന നേതൃത്വം ചില റിപ്പോർട്ടുകൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരുന്നെങ്കിലും അതൊന്നും അംഗീകരിക്കാതെ സംസ്ഥാനത്തിന്റെ ആ ഒരു ഭരണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രകാശ് കാരാട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് അവർ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരുന്നു. ഭരണ മികവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഏതായാലും ഭരണ മികവ് ഉണ്ടെങ്കിൽ പോലും പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെ മറ്റു രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുക CPM-ന്റെ ഒരു ഇരട്ടത്താപ്പാണ്. CPM എല്ലായ്പ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വന്തം കുറ്റം പറയാതെ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കാൻ സാധിക്കുമോ എന്ന രീതിയിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കാം ഒരു പക്ഷേ തയ്യാറാക്കി കൊണ്ടുവന്നത്. ഏതായാലും പിണറായി വിജയനെ വളരെ കൃത്യമായി തന്നെ വിമർശിക്കുന്ന രീതിയിലായിരുന്നു പ്രകാശ് കാരാട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവ അത് നൽകുന്നതിലെ കാലതാമസം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് എല്ലാം കൃത്യമായി ചൂണ്ടിക്കാട്ടി, അതിൽ വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി, പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ പാർട്ടി വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോയി. എങ്ങനെയാണ് കാരാട്ട് പറയുന്നത്? പാർട്ടി വോട്ടുകളടക്കം BJP-യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായെന്നും കാരാട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാർഗരേഖയിൽ. ഏതായാലും തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ടുകളെ പാടെ പിന്തള്ളിക്കൊണ്ടാണ് കാരാട്ട് സംസാരിച്ചത്. കേരളത്തിന്റെ പരാജയം സംബന്ധിച്ച ആഴത്തിലുള്ള പരിശോധന അനിവാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഈ തെറ്റുതിരുത്തൽ മാർഗരേഖ കീഴ്ഘടകങ്ങളിൽ ചർച്ചയ്ക്ക് വെക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഏതായാലും ത്രിപുരയും പശ്ചിമ ബംഗാളും ഒക്കെ മറന്നുകൂടാ എന്നും BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരിച്ച് പിടിക്കുക എളുപ്പമല്ലെന്ന് MV ഗോവിന്ദനും അതിന് ഉപോത്ബലകമായി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യിലേക്ക് ഈ വോട്ടുകളൊക്കെ പോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാളും ത്രിപുരയും ഒക്കെ നൽകുന്ന പാഠം അതുതന്നെയാണെന്നും അദ്ദേഹം പറയുന്നു. സഖാക്കൾ സ്വയം അധികാര കേന്ദ്രമാകരുത്, തോൽവിക്ക് കാരണം ജനങ്ങൾ നകുന്നതാണെന്നും തെറ്റുതിരുത്താൻ ഓരോ സഖാവും തയ്യാറാകണമെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഏതായാലും വലിയ രീതിയിലുള്ള ഈ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ CPM-ൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേതാക്കന്മാരെ മാറ്റുകയല്ല, ഏതായാലും ജനകീയമായ കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേതാക്കന്മാരെ വീണ്ടും ഒരുപക്ഷെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ അവരോധിക്കാനോ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനോ ഉള്ള സാധ്യതയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഇനിയും ഒരു തകർച്ചയുണ്ടായാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യങ്ങളിലേക്ക് എത്തും. കേരളം മാത്രമാണ് ആകെയുള്ള പിടിവള്ളി. മറ്റു സംസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കേരളത്തെ ഗൗരവപൂർവ്വം മുന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് പ്രകാശ് കാരാട്ട് നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്.